നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആനന്ദ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് തന്നെ ആനന്ദിന് തോന്നുവാണ് തന്റെ അടുത്തേക്ക് ദേവി വന്നിട്ടുണ്ടെന്ന്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ആനന്ദ് ആരെയും കണ്ടില്ല. ആനന്ദിന് ഭയങ്കര വിഷമമായി പോയി. കാരണം ആ ദേവി ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ആനന്ദ് ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ. അങ്ങനെ ബൈക്ക് സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ആനന്ദ് കുറെ സമയം ആലോചിച്ചു നിന്നു. അതിനുശേഷമാണ് ആനന്ദ് വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്ത് അതുപോലെ തന്നെ ടെൻഷനായിരുന്നു ബാലനും. ബാലിന്റെ നെഞ്ചു പടപട ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്കൂടെയാണ് ബാലനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ള സത്യാവസ്ഥ ആരോടും പറയാൻ പറ്റാത്തൊരു കാര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പറയും, ആരോട് പറയും? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ കുറ്റക്കാരനാവുന്നുള്ള കാര്യം ബാലനറിയാം. ഒടുവിൽ ബാലന് നേരെ കടയിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് വീണ മാഡത്തിന്റെ അടുത്തേക്ക് മീനാക്ഷി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഡം പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മീനാക്ഷി ഇതൊന്നും വേണ്ടാന്ന്. എന്ത്? ദേ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് മീനാക്ഷിക്ക് മന്ത്രി ഓഫീസിൽ നിന്നും. ലെറ്ററോ? എന്ത് ലെറ്റർ? ദേ നോക്കാനും പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു. കവർ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ മാഡം പറഞ്ഞു, മന്ത്രിയുടെ ഓഫീസിലെ മതിയായ രേഖകളുമായിട്ട് ഹാജരാക്കാനായിട്ടാ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിന് ഇപ്പം ഞാൻ ഈ ലെറ്റർ പൊട്ടിച്ചല്ലേ ഉള്ളൂ. പിന്നെ മാഡം എങ്ങനെ ഇതൊക്കെ അറിയണേ? എനിക്കും വന്നിട്ടുണ്ടായിരുന്നു മെയിലായിട്ട് ഒരെണ്ണം, ഇതിന്റെ ഒരു കോപ്പി. ഓ അങ്ങനെ. പിന്നീട് മീനാക്ഷി അത് വായിച്ചു. ആ സമയത്ത് വീണ മാഡം പറഞ്ഞു, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്കൊരു ടെൻഷനും കാണുന്നില്ലല്ലോ മീനാക്ഷി. ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണം? ഞാൻ എപ്പോഴും സത്യത്തിന്റെ ഭാഗത്തോ നിന്നിട്ടുള്ളൂ മാഡം. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. എന്നാലും മന്ത്രി ഓഫീസിലേക്ക് എന്താ? മന്ത്രി ഓഫീസിൽ എന്നിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ചു വിഴുങ്ങുമോ? ഇല്ല, ഞാനുള്ള സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെടുത്തും, മതിയായ രേഖകളൊക്കെ ഹാജരാക്കുകയും ചെയ്യും. പിന്നെ എന്നെ ട്രാൻസ്ഫർ ആക്കാനായിട്ട് ആർക്കെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അവരതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോട്ടെ. ഒരു ട്രാൻസ്ഫർ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അതിലെന്താ പ്രശ്നം ഇരിക്കുന്നേ? എന്നാലും നിനക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇങ്ങനെയൊക്കെ നമുക്ക് പേടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ജീവിതമല്ലേ, നമ്മൾ എന്തും നേരിട്ടേ മതിയാവുള്ളൂ മാഡം. അതെ, എനിക്ക് 8ന്റെ പണി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 16ന്റെ പണി തിരിച്ചു കൊടുക്കാനായിട്ട് നോക്കും. നമ്മൾ എപ്പോഴും നേരെ വാ നേരെ പോകുന്നുള്ള പ്രകൃതിക്കാരിയാണ്. അതുകൊണ്ടാണ് എനിക്കൊരു പേടിയില്ലാത്ത മാഡം. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പേടിച്ച് മാളത്തിൽ തല കൂട്ടിയിരിക്കാനൊന്നും ഈ മീനാക്ഷിയെ കിട്ടത്തില്ല. അതൊക്കെ പറഞ്ഞ് മീനാക്ഷി കൂളായിട്ട് അങ്ങോട്ട് പോയപ്പോൾ വീണാമാടം ശരിക്കും അന്തം വിട്ടുപോയത്. കാരണം മീനാക്ഷിക്ക് ഒന്നും പേടിക്കാനില്ലെന്ന് മീനാക്ഷിക്ക് നന്നായിട്ട് അറിയാം. കാരണം താനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരത്തുമില്ല. അങ്ങനെ കള്ളത്തരം കാണിച്ചവരെ തല കുനിച്ച് നിന്നാ മതിയല്ലോ. അതേസമയം ബാലൻ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്ന് കയറുകയാണ്. ആ സമയത്ത് തന്നെയാണ് ധർമ്മന് ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ധർമ്മൻ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, മാമൻ അതൊന്ന് നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് വാ. എത്ര വട്ട ആ ഉദയനാണ് താനും സിനിമ കാണുന്നത്? എടാ, ഇത് എത്ര വട്ടം കണ്ടാലും മതിയാവില്ലടാ. എൻ്റെ മാമ ഒന്ന് നിർത്തിയിട്ട് വരുന്നുണ്ടോ? ഓ എടാ, ഇത് കണ്ടു തീർക്കട്ടെ മാമന്റെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് കയറി വന്ന് ടേബിളിലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ്. പക്ഷേ ആ സമയത്താണ് ധർമ്മൻ ചെന്നിട്ട് ആകാശോട് പറഞ്ഞ്, എടാ ഹുദയബാനു ജയിച്ചതാന്ന് പറഞ്ഞു. ജയിച്ചോ? പിന്നല്ലാതെ ജയിച്ചു. അപ്പോഴേക്കും ബാലൻ ചാടി എഴുന്നേറ്റു. ഉദയബാനു ജയിച്ചെന്നോ? അയാൾ ഒരു കാരണവശാലും ജയിക്കില്ല. അപ്പോഴേക്കും ആകാശും ധർമ്മനും പരസ്പരം നോക്കി. ഇതെന്താ അളിയൻ പറയുന്നതെന്ന് ധർമ്മനും മനസ്സിലായില്ല. എന്താ അളിയെ പറഞ്ഞേ? ഉദയബാനു ജയിച്ചെന്നോ? അതെ, ഉദയബാനു ജയിച്ചു. ഉദയബാനു ജയിക്കണമല്ലോ, ഒരു കാരണവശാലും ജയിക്കില്ല. അതെന്താ അളിയ അങ്ങനെ പറഞ്ഞ ജയിക്കില്ല എന്ന്? എടാ, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പക്ഷത്ത് എപ്പോഴും നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഉദയബാനുവിന് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അയാൾ സത്യത്തിന്റെ നീതിയോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഉദയബാനു തന്നെ ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മം ബാലന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ആകാശം ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് ധർമ്മം പറഞ്ഞു, ശരിയല്ലടാ, ഇവിടെ ഉദയബാനു ജയിക്കണ്ടല്ലേ? അതെ, ഉദയബാനു ജയിക്കട്ടെ, ഒരു സന്തോഷമുള്ളൊരു കാര്യല്ലേ. അങ്ങനെ ആരും കൂടുതൽ സന്തോഷിക്കണ്ട. ഉദയബാനു ജയിക്കാൻ പോകുന്നില്ല. അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. കള്ളത്തരങ്ങൾ പുറത്തു വരുമെന്നോ? ഇത് നല്ല കഥയായി. എടാ ആകാശേ, എനിക്ക് തോന്നേ അളിയനിപ്പോ ആ സരോജ് കുമാറിന്റെ ഫാനാന്ന് തോന്നേ. അതുകൊണ്ടല്ലേ? ഫാനോ? ആരുടെ? അല്ല, ശ്രീനിവാസ് സാറിന്റെ ഫാനാന്ന് തോന്നേ. അതുകൊണ്ടല്ലേ ശ്രീനിവാസ് സാർ തോറ്റുപോകാന്ന് അറിഞ്ഞപ്പം, തോറ്റിട്ട് മോഹൻലാൽ സാർ ജയിക്കുമെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പം സഹിച്ചില്ല അളിയന്. അതിന്റെ പ്രശ്നം അത്. അപ്പോഴേക്കും ആകാശ് ചിരിച്ചു. ആ സമയത്ത് ബാലനൊന്നും മനസ്സിലായില്ല. ബാലൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അല്ല അളിയൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞ ഉദയബാന്റെ കാര്യം. ഉദയബാന്റെ കാര്യം അത് കേട്ടപ്പോൾ വീണ്ടും ബാലനാണെങ്കിൽ പെരുത്ത് കയറും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാ. വല്ലാത്തൊരു ഞെട്ടലാ. അവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. ബാലന്റെ മുഖത്തെ ആ രൗദ്രഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം
ധർമ്മം ചോദിച്ചു, അല്ല അളിയ, ഉദയഭാനു ചോദിച്ചു അളിയൻ എന്താ കുഴപ്പം, അവൻ ജയിക്കാൻ പാടില്ല. എന്റെ പൊന്നളിയ, അത് സിനിമയല്ലേ, സിനിമയ്ക്കകത്ത് ആര് വേണം ജയിക്കട്ടെ. ഞാനാ ഉദയനാണ് സാറ് സിനിമയ്ക്കകത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നേ. സിനിമയ്ക്കകത്ത് ഒരു നിമിഷം ബാലൻ ശരിക്കും ചമ്മിപ്പോയി. ഉദയഭാനു എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഞെട്ടലാണ് ബാലന്. താൻ ഇച്ചിരോടെ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ആ പേര് കേൾക്കുന്ന പോലും തനിക്ക് പേടിയാ. ഈ അളിയന്റെ ഒരു കാര്യം അതൊക്കെ പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ടേക്ക് പോയി. അവർക്ക് മനസ്സിലായില്ല ഈ ഉദയനാണ് താനും സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അളിയൻ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഉദയഭാനുവിന്റെ കള്ളത്തരങ്ങൾ ബാലൻ അറിഞ്ഞ കാര്യമൊന്നും അവർക്കറിയത്തില്ലോ. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ലാത്ത കാര്യമാണ്. ഇതേ സമയത്ത് ആര്യന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു പോലീസ് ജീപ്പ് ആരിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. അപ്പോഴേക്കും അതിനകത്തുനിന്ന് എസ് ഐ കൊണ്ട് ഇറങ്ങി വന്നിട്ട് എസ് ഐ പറഞ്ഞു, അതെ ചന്ദ്രശേഖർ സാർ എന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ സാറ് മാറിപ്പോയില്ലേ? അതെ സാറിന് സ്ഥലം മാറ്റമായിരുന്നു. ഒരാഴ്ചയായി പോയിട്ട് ആലപ്പുഴയ്ക്കാണ് പോയത്. അല്ല ഇപ്പോഴെന്താ അതിൻ്റെ പ്രശ്നം? അല്ല സാറേ, നേരത്തെ ഒരു പരാതി നിന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അത് മനസ്സിലായി. മിഥുൻ്റെ കാര്യമല്ലേ? അല്ല അയാളുടെ ഭാഗത്തുനിന്ന് പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ശല്യം ഉണ്ടായോ? അത് പിന്നെ സാറേ, ശല്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ അവൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാ. ആരിനെയാണോ അതോ മിത്രയാണോ? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരെ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ല ആരിന് അങ്ങനെ പറയാൻ കാരണം എന്താ? ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കാരണം എന്താ? എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആര്യം പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ടെസ്റ്റ് എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ കയറുന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് മിഥുനെ കണ്ടു. മിഥുൻ എന്നെ കണ്ടിട്ട് ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അതിനകത്തിപ്പോൾ എന്താ പ്രശ്നം? കാരണം ഒരാളെ കണ്ടു, അയാൾ നോക്കിയിട്ട് പോയി. അയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്തോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ അയാൾക്കെതിരെ പരാതി തരാനായിട്ട് പറ്റുന്നേ? അയാൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആര്യം പറഞ്ഞു, പക്ഷെ അവന് ആ സമയത്തൊന്നും ചെയ്തൊന്നുമില്ല. അല്ല അതിനുശേഷം മറ്റോ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? അതിനുശേഷം ഉപദ്രവിച്ചൊന്നുമില്ല. പക്ഷെ പിറ്റേ ദിവസം മിത്രയ്ക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ ലോറി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ലോറി കേടാക്കിന്നോ? അതെ, അത് അവൻ തന്നെയാ. അതെങ്ങനെ ശരിയാവും അവൻ കേടാക്കുന്നതായിട്ട് തെളിവുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പരാതി ഒന്നും കൊടുക്കാൻ പറ്റില്ല. വെറും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവനെ പിടിച്ചകത്തിടാനും വഴിയില്ല. അപ്പോഴേക്കും അവന് ടെൻഷനായി. അപ്പൊ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ മിത്ര, അവർ തന്നെ ഒരു കംപ്ലൈന്റ് തരണം. പ്രണയിച്ചു വഞ്ചിച്ചെന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അല്ല സാർ, അത് പിന്നെ അങ്ങനെ പരാതി എഴുതുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, നമുക്ക് അവനെ പിടിച്ചകത്തിടാം. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ആര്യന്റെ ഭാര്യയാണ് മിത്ര. അപ്പൊ പിന്നെ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആര്യം പറഞ്ഞു, അത് വേണ്ട സാറേ, അത് ശരിയാകത്തില്ല. കാരണം ഞങ്ങൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. മിത്രയുടെ വീട്ടുകാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം അതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവന് മിത്രയുടെ കുറെ ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യാം. അതും വേണ്ട, അത് ശരിയാകത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് സംശയം കാര്യങ്ങളൊക്കെ ആൾക്കാർക്കാവും. പിന്നെ 100 ചോദ്യങ്ങളുണ്ടാവും. അത് വേണ്ട, അവൾ ഒരിടത്തും നാണം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആര്യ. അയാൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വെറും ഊഹാഭോഗത്തിന്റെ പേരിൽ ഒരിക്കലും അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല ചിലപ്പോൾ ഇതൊക്കെ ആൻ്റെ ഒരു തോന്നൽ മാത്രമായിരിക്കും. അവൻ പിന്നാലെ വരുന്നുണ്ടെന്ന്. കാരണം കുറെ നാളെ അവൻ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടിയതാണല്ലോ. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒന്ന് കയറി കൂടിയതുകൊണ്ട് തോന്നുന്നായിരിക്കും. ഇതെൻ്റെ ഒരു തോന്നലല്ല സാറേ, എനിക്ക് തോന്നലായിട്ട് തോന്നില്ല. അവൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിഗമനം. ആര്യ, നീ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇനി അവൻ എന്തേലും പ്രവർത്തിക്കുവാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് തന്നാൽ മതി. അല്ല തൽക്കാലത്തേക്ക് അവനെ കസ്റ്റഡി എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആന് നല്ല വിഷമമായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവനെതിരെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും കാര്യത്തിൽ തെളിവ് കിട്ടുമായിരുന്നെങ്കിൽ അവനെ പൂട്ടായിരുന്നു മിഥുനെ. പക്ഷെ അവനെ ഇപ്പൊ പൂട്ടാൻ പറ്റുന്ന സാഹചര്യമല്ല. അവനെതിരെ തെളിവുകളും കിട്ടിയിട്ടില്ല. പോരാത്തന് ഇതൊന്നും താൻ വീട്ടിലും പറഞ്ഞിട്ടില്ല. അവനെ കണ്ട കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് വീട്ടിലറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. തൽക്കാലത്തേക്ക് അറിയണ്ടെന്ന് വിചാരിച്ചു. പിന്നീട് ആനോട് എസ് ഐ പറഞ്ഞു, അതെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്രീദേവി വീട്ടിൽ. ശ്രീദേവിയുടെ അടുത്തേക്ക് ശ്രീകല വന്നിട്ട് ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ചോറും കറിയൊക്കെ വെച്ചു. എന്നിട്ട് ഇത് കഴിക്കുമോളേന്ന് പറയണം.
ശ്രീദേവിക്ക് കട്ടക്കലിപ്പായി. എന്നെ കഴിപ്പിച്ചിട്ട് നിങ്ങക്ക് സൂഹിക്കാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കാണ്. എന്തൊക്കെയാ മോളെ നീ പറയണേ? അതെ അതെ, പോഷകാഹാരം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഇരുന്നാ മതിയല്ലോ. മോളെ നീ ഇങ്ങനൊന്നും പറയല്. പിന്നെ എങ്ങനെ പറയണമേ? നിങ്ങളെല്ലാരും കൂടി എന്റെ ജീവിതം തല്ലി തകർത്തില്ലേ? ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? ഇത് കേട്ടോണ്ട് വന്ന് ഉദയഭാനു പറഞ്ഞു, മോളെ നീ എന്ത് വർത്താനോ പറയണേ? ഉം, ഹ്, നിനക്ക് ഇതൊരു പ്രാങ്കായിരുന്നു അങ്ങോട്ട് പറഞ്ഞൂടെ? പ്രാങ്ക് ഒന്നും പറയക്കണ്ട എന്നെ കൊണ്ട്. അതാ ഹോട്ടലിൽ വെച്ച ആനന്ദേണ്ണ എന്നെ കണ്ടത്, അതും വെയിറ്ററുടെ വേഷത്തിൽ ഞാൻ നിൽക്കുന്നേ. ആനന്ദേണ്ണന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എന്റെ മോളെ അതല്ലേ പറഞ്ഞ് ഞാൻ പ്രാങ്കാന്ന്. കാരണം ക്യാമറയ്ക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് മോള് ആനന്ദിനെ പറ്റിക്കുന്നതായിട്ട് ഇതേച്ചാ എന്റെ വായിന്ന് വല്ലതും കേൾക്കൂട്ടോ. അച്ഛന് നാണമില്ല ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനെ പറയാനായിട്ട്. അച്ഛനൊരു മനുഷ്യൻ തന്നെയാണോ? ആ കുടുംബത്തോട് ചെയ്ത ചതിയുണ്ടല്ലോ. ശരിക്കും ആനന്ദേട്ടൻ വന്നിട്ട് അച്ഛന്റെ കവളടിച്ച് രണ്ടെണ്ണം തരണ്ടായിരുന്നു. അത് ആനന്ദേട്ടൻ മര്യാദയ്ക്ക് ആനന്ദേട്ടൻ ചെയ്തില്ല. പക്ഷെ ആനന്ദേട്ടന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ പിന്നെ ഉണ്ടല്ലോ അച്ഛനെ ഇവിടെ എടുത്തിട്ട് ഇടിച്ചിട്ട് പോകണ്ടായിരുന്നുള്ളൂ. ഒരു നിമിഷം ഉദയഭാനു ഞെട്ടിപ്പോയി. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, മോളെ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നിനക്കൂടെ വേണ്ടിയിട്ടായിരുന്നല്ലോ. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ? നല്ലൊരു ജീവിതം പഠിക്കൊണ്ട് കല ഉടച്ച പോലെ ആയില്ലേമ്മേ. എനിക്ക് നല്ല ജീവിതം കിട്ടിയോ? ഞാൻ അന്നേ പറഞ്ഞ് എനിക്കിതൊന്നും വേണ്ട. ഇതൊക്കെ എങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ആനന്ദേട്ടന്റെ വീട്ടുകാരും അറിഞ്ഞ പ്രശ്നമാവുന്നു. എന്നിട്ടോ ആരെങ്കിലും കേട്ടോ? എന്നിട്ടിപ്പൊ എന്റെ തലയ്ക്ക് നട്ടപ്പുറം വന്നില്ലേ? ഇപ്പൊ എല്ലാവർക്കും സമാധാനം ആയല്ലോ. അത് പിന്നെ മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണമെന്നാ? ഉദയഭാനു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സോൾവ് ആക്കി വിടാം. എങ്ങനെ സോൾവ് ആക്കുമെന്ന് അച്ഛൻ പോയി പറയുവോ? അല്ല ആനന്ദനോട് കൂടുതൽ പറയരുത്. ആനന്ദേട്ടൻ എന്തായാലും ഇപ്പൊ വീട്ടിൽ പറയാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എങ്ങാനും ഇത് ബാലച്ചനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, അച്ഛനെ തേടി ഇങ്ങോട്ടേക്ക് വരും. അച്ഛനെ തുണ്ടം തുണ്ടം ആക്കി വെട്ടി നുറുക്കത്തുള്ളൂ. ബാലച്ചന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. എന്ത് സഹിക്കും? ചതി മാത്രം സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഈ കുടുംബത്തിലുള്ള ഒന്നിനെയും വെറുതെ വരത്തില്ല. കരുതിയിരുന്നോ എപ്പോഴാ ബാലച്ചൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് അറിയത്തില്ല. അത് കേട്ടപ്പോൾ ഉദയഭാനു ഒരു ഞെട്ടലോടുകൂടി ശ്രീദേവിയെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.